രാജസ്ഥാനിലെ ദൗസയിൽ 5 വയസ്സായ കുട്ടി കുഴൽക്കിണറിൽ വീണു. കാലിഗണ്ട് ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 250 അടി താഴ്ചയിലേക്കാണ് ഈ കുട്ടി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനം അവിടെ വളരെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തെ മുഴുവൻ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പം ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു. ബൽറാം, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ കുഴൽക്കിണർ മൂടാതെ കിടക്കുന്ന കുഴൽക്കിണറുകളിൽ ആളുകൾ വീഴുന്ന സംഭവം ഇത് പുതിയതല്ല നമ്മുടെ നാട്ടിൽ. ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നൊക്കെ ജില്ലാ കളക്ടർ പറയുന്നുണ്ടല്ലോ. കുഞ്ഞിന് ഓക്സിജൻ നൽകിയതായും ജില്ലാ കളക്ടർ ദേവേന്ദ്രകുമാർ അറിയിക്കുന്നുണ്ട്. SDRFിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ ഉത്കണ്ഠയിലാണ്. പറയൂ ബൽറാം. ഗുഡ് മോർണിംഗ് SKN. രാജസ്ഥാനിലെ ദൗസയിലെ കാലിഗട്ട് ഗ്രാമം പൂർണ്ണമായും വലിയ ഉത്കണ്ഠയിലാണ്. അവർ വലിയ ആശങ്കയിലൂടെയുമാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി 5 വയസ്സുകാരനായ ആര്യനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട മൂടിയില്ലാതെ കിടന്നിരുന്ന കുഴൽക്കിണറിലേക്ക് വീഴുന്നത്. കുട്ടി വീണ ശേഷവും അല്പസമയം കഴിഞ്ഞ് മാത്രമാണ് ഈ വിവരം വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത്. അത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി. 24 മണിക്കൂറായി രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് സമീപത്ത് തന്നെ ഇതിന്റെ മുഖഭാഗം വലുതാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. അതിനുശേഷം പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി. നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ദേവേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. SDRFിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിൽ സിവിൽ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് ഓക്സിജൻ എത്തിക്കാനായിട്ടുണ്ട്. ഈ ഒരു ട്യൂബ് വഴി ഓക്സിജൻ ഇറക്കി ഈ സ്ഥിരമായി ഓക്സിജൻ ലഭിക്കുന്ന സംവിധാനം ഒരുക്കിയതായി ജില്ലാ കളക്ടർ ദേവേന്ദ്രകുമാർ അറിയിച്ചു. കുഞ്ഞുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. മറ്റു കൂടുതൽ സന്നാഹങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമാണെങ്കിൽ അതെല്ലാം എത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ജില്ലാ അധികൃതർ പങ്കുവയ്ക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമായി തുടരുകയാണ് SKN. ഓക്കെ, താങ്ക് യു ബൽറാം. എന്തായാലും ഒരു കുഞ്ഞ് കുഴൽക്കിണറിൽ വീണു എന്ന സംഭവമാണ് രാജസ്ഥാനിലെ ദൗസയിൽ നിന്ന് വരുന്നത്. 5 വയസ്സായ കുട്ടിയാണ് കിണറ്റിൽ വീണ് കിടക്കുന്നത്. 250 അടി താഴ്ച ഈ കുഴൽക്കിണറിനുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കാൻ കഴിഞ്ഞുവെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വളരെ വേഗം രക്ഷാപ്രവർത്തനം പുരോഗമിക്കട്ടെ. SDRF ആണ് സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു ഗ്രാമം മുഴുവൻ ഉത്കണ്ഠയിലായിരിക്കുന്നു എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.